ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് വിടഞ്ചു, അറിയാതെയല്ലേ. സത്യത്തിൽ ഞാനാ അങ്ങോട്ട് ഇടിച്ചത്. സോറി. നീ ഇവളോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. വാ. ദുർഗ എന്നല്ലേ പേര്? അതെ. ഞാൻ ദേവിക. നീ വരുന്നുണ്ടോ? ദാ വരുന്നു. എന്നാ വാ. ചിന്തിക്കണം. എടുത്തുചാട്ടമല്ല, ബുദ്ധിയാണ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മളെ മോശക്കാരാക്കാനാണ് അമ്മയും ദേവേട്ടനും ഉൾപ്പെടെ എല്ലാവരും നോക്കിയിരിക്കുന്നത്. എന്ന് കരുതി അവളെങ്ങ് വെറുതെ വിടണമെന്നാണോ അമ്മ പറയുന്നേ? ആരെങ്കിലും കേക്കും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? അവൾക്കുള്ളത് നമുക്ക് കൊടുക്കാം. അതിനുള്ള അവസരം അവള് തന്നെ നമുക്ക് താമസിയാതെ ഉണ്ടാക്കി തരും. അതെ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെറുതെ നമ്മുടെ വായിലെ വെള്ളം വെറ്റുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. കല്യാണം അടുത്തു വന്ന ഈ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഒഴിവാക്കുന്നത് തന്നെയാ നല്ലത്. അതാ ഞാൻ തൽക്കാലത്തേക്ക് ക്ഷമിച്ചത്. ഞാൻ അവളെ അങ്ങനെ വെറുതെ വിടില്ല. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. വേണ്ട അഷി, നീ വെറുതെ എടുത്തു ചാടി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല അപ്പച്ചി, എന്റെ ലൈഫ് തകർക്കാൻ അവസരം നോക്കി നടക്കുന്ന അവളെ വെറുതെ വിട്ടാ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി ഒരിക്കൽ കൂടി എന്നെ ഉപദ്രവിക്കാനാവാത്ത വിധം ഞാൻ അവളെ നശിപ്പിക്കും. അഷി, അഷി, അഷി മോളെ, ഈ പെണ്ണിത് എന്തിനുള്ള പോക്കാ? ദുർഗയ്ക്കെതിരെ അവൾ എന്തോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതുറപ്പാ. എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ ചെയ്തത്. നിന്റെ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇനി നിനക്ക് ഭീഷണിയല്ല, പ്രവൃത്തിയാണ്. ഇത്രയും നാൾ നിന്നെ ഞാൻ വെറുതെ വിട്ടു. നീ ഗർഭിണിയാക്കി കൊന്നുകളഞ്ഞ പാവത്തിനെ പോലെയാണ് എല്ലാ പെൺകുട്ടികളും എന്ന ധാരണ നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട. ആ പാവത്തിനെ അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ ജീവനെയും കൊന്നിട്ട് നിനക്ക് സുഖിച്ച് ജീവിക്കാത്ത ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് വെറുതെയാ. ഈ ദേവിക ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. നിന്റെ കൺമുന്നിൽ തന്നെ ഞാൻ ജീവിക്കോടി, അതും ആഗ്രഹിക്കുന്ന രീതിയില്. സ്വന്തം ജീവിതം നശിച്ചതോർത്ത് കരഞ്ഞ് തളർന്ന് നീ എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. ഒന്ന് വെച്ചിട്ട് പോടെ, പേടിപ്പിക്കാതെ. ആരാ ദേവോ അത്? നീ ആരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? സാഗർ. അതാരാ? അതൊരു വലിയ കഥയാ അഞ്ജു. എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറ. ഞാൻ കുറച്ചുനാൾ മുൻപ് ബാംഗ്ലൂർ പഠിച്ച കാര്യം നിനക്കറിയാലോ. ആ, അന്ന് എന്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു പാവ ഒരു അമ്പലവാസി കുട്ടിയുണ്ടായിരുന്നു, ശാലിനി. സിറ്റി ലൈഫ് എന്താന്ന് പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. അവളെ പ്രേമം നടിച്ച് സ്നേഹിച്ച് വഞ്ചിച്ചവനാ ഈ സാഗർ. എന്നിട്ട് ഒരിക്കൽ അവൾ സൂസൈഡ് ചെയ്യാൻ പോയപ്പോ ഞാനാ രക്ഷിച്ചത്. ഒരുപാട് നിർബന്ധിച്ചപ്പോ അവള് ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞു. അതിനുത്തരവാദി ഇപ്പൊ വിളിച്ച ഈ സാഗർ ആണെന്നും. ഞാൻ കൂടി നിർബന്ധിച്ചിട്ടാ അവൾ അവനെ കാണാൻ പോയത്. പക്ഷെ പിന്നീട് ഞാൻ കാണുന്നത് അവളുടെ ജീവനറ്റ ശരീരമാ. ഈ ദുഷ്ടൻ ആ പാവത്തിനെ കൊന്നു കളഞ്ഞു. അന്നേ ഞാനെല്ലാം പോലീസിനോട് പറഞ്ഞതാ. പക്ഷെ മന്ത്രിപുത്രനായ ഇവൻ കേസിൽ നിന്ന് നിസ്സാരമായിട്ട് ഊരിപ്പോന്നു. പിന്നീട് അച്ഛന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി പുതിയ കോളേജിൽ ഞാൻ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ എന്തിനാവൻ നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്? അത് കഴിഞ്ഞ ആഴ്ച അവിചാരിതമായി ഞാൻ അവനെ വീണ്ടും കണ്ടു. അന്ന് ഇവനോടൊപ്പം മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നീടാ ഞാൻ അറിഞ്ഞത് അത് വലിയൊരു കോടീശ്വരന്റെ മകളാണെന്നും ആ കുട്ടി ഇവൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും. ഞാൻ ആ പെൺകുട്ടിയെ കണ്ട് ഇവന്റെ കഥകളെല്ലാം പറഞ്ഞു. അങ്ങനെ ആ കല്യാണം മുടങ്ങി. അതിന്റെ ദേഷ്യം ഇപ്പൊ കണ്ടത്. അവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാ. ഇവനെ പോലുള്ളവരോടൊക്കെ നീ എന്തിനാ ഈ ഉടക്കാൻ പോകുന്നത്? അവരുടെ ബന്ധം ഇടിപാടൊക്കെ വെച്ചിട്ട് നമ്മളെ എന്ത് വേണേലും ചെയ്യാം. ആ പേടിയൊന്നും എനിക്കില്ല അഞ്ജു. അവൻ എന്താ ചെയ്യാന്ന് വെച്ചാ അവൻ ചെയ്യട്ടെ. കേട്ടിട്ട് എനിക്ക് ടെൻഷൻ ആകുന്നു. നീ വന്നേ, നമുക്ക് അപ്പുറത്ത് പോയി എല്ലാവരോടും സംസാരിക്കാം. അമ്മ തന്നെ തിരക്കിയായിരുന്നു. ശരി വാ. സോറി, എവിടെ നോക്കി നടക്കുന്ന ദുർഗെ? മുഖത്ത് കണ്ണില്ലേ? സോറി, ഞാൻ പെട്ടെന്ന് കണ്ടില്ല. നീ കാണില്ല, നിന്റെ മനസ്സൊന്നും ഇവിടെ ഒന്നല്ലോ. ഒന്ന് വിടഞ്ചു, അറിയാതെയല്ലേ. സത്യത്തിൽ ഞാനാ അങ്ങോട്ട് ഇടിച്ചത്. സോറി. നീ ഇവളോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. വാ. ദുർഗ എന്നല്ലേ പേര്? അതെ. ഞാൻ ദേവിക. നീ വരുന്നുണ്ടോ? ദാ വരുന്നു. എന്നാ വാ. ഹലോ മഹി. ഓ
നമ്മളൊക്കെ ഓർമ്മയുണ്ടല്ലേ? എന്താ അങ്ങനെ ഒരു ടോക്ക്? പിന്നെ വല്ലപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കാൻ പാടില്ലേ? ഓരോ തിരക്കുകളായിരുന്നു മഹി. എന്തായി തന്റെ കാര്യങ്ങളൊക്കെ? ചിന്നുവിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞോ? ഇല്ല, അതിനു പറ്റിയ സിറ്റുവേഷൻ കിട്ടണ്ടേ. പിന്നെ കക്ഷി അറിയാലോ, എന്നെ കാണുമ്പോ എന്തെങ്കിലും അലമ്പ് വർത്താനം പറയും. ആ, അതിന് താനും മോശമൊന്നുമല്ലല്ലോ. ഏതൊക്കെ രീതിയിൽ ചിന്നുവിനെ ഇറിറ്റേറ്റ് ചെയ്യാന്നല്ലേ താനും നോക്കുന്നേ? അതൊരു രസം. അവളോട് വെറുതെ വഴക്കിടാൻ എനിക്കിഷ്ട. ആ ഇഷ്ടം ഒരു പക്ഷേ അവൾക്കും മഹിയുടെ കാര്യത്തിലുണ്ടാവും. ശരിക്കും അവൾക്ക് എന്നെ ഇഷ്ടായിരിക്കൂ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ സംശയങ്ങളൊക്കെ മാറ്റിവെച്ച് ധൈര്യമായിട്ട് മനസ്സ് തുറന്ന് ചിന്നുവിനോട് കാര്യം പറ. പറയാലേ? പറയണം. കിരണിന് അവളെ ശരിക്കും അറിയില്ല. ചെറിയൊരു ഭദ്രകാളിയാ. ഇടഞ്ഞാ തീർന്നു. അതാ എന്റെ പേടി. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ താനത് പറയുന്നത് കേൾക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? കിരണിന്റെ നാക്ക് പൊന്നാവട്ടെ. അതൊക്കെ പോട്ടെ, എന്തായി അവിടുത്തെ കാര്യം? ഗ്രീൻ സിഗ്നൽ കിട്ടിയോ? അതങ്ങനെ എളുപ്പമൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് നേടാതെ അവള് വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. അങ്ങനെ നെഗറ്റീവ് അടിച്ച് ഇഷ്ടം പറയാൻ ലേറ്റ് ആക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അധികം വൈകാതെ ഞാൻ എന്റെ മനസ്സുറക്കും. തിരികെ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇനി വൈകിപ്പിക്കില്ല. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ആ ശരി മഹി, ബൈ. വേഗം വാ, ബസ്സിന് സമയായി. ഏയ്, ടൈം ആകുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ പോണോ ദേവു? ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാം. കൊള്ളാം, ഇപ്പൊ തന്നെ താമസിച്ചു. വേഗം ചെന്നില്ലെങ്കിലേ അച്ഛൻ പിന്നെ വീട്ടിൽ കേറ്റില്ല. ഏതായാലും അഷിയുടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഞാൻ എത്തും. ആ, അതെത്തണം. ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. അതൊക്കെ വന്നോളും. ഞങ്ങളെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആഹാ. അതെ, ശരി എന്നാ. ആ ദുർഗെ, ഞാൻ ഇറങ്ങുവാ. ഇനി വരുമ്പോ കാണാം. ശരി. മതി മതി, വന്നേ.